Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 26 ഷോ ദാറ്റ് ദ ഫോളോവിംഗ് സീക്വൻസസ് ആർ നോട്ട് കൺവേർജന്റ്. നമുക്ക് തന്നിരിക്കുന്ന ഈ സീക്വൻസുകൾ കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് 2n ആണ് നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ്. നമുക്ക് ഇതിലെ ടേംസ് നമ്മളൊന്ന് എഴുതി നോക്കാം. n ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് 2(1) എന്ന് പറയുമ്പോൾ നമുക്ക് 2 കിട്ടും. 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4 കിട്ടും. 3 കൊടുക്കുമ്പോൾ 2 ക്യൂബ് 8 കിട്ടും. 4 കൊടുക്കുമ്പോൾ 2(4) 16. അടുത്തത് n 5 കൊടുക്കുമ്പോൾ 2(5) 32 എക്സെട്ര. നോക്കൂ, ഈ സീക്വൻസിലെ ടേംസ് ബൗണ്ടഡ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പറിന്റെ താഴെയാണ് ഈ സീക്വൻസിലെ ടേംസ് എല്ലാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ സീക്വൻസ് ബൗണ്ടഡ് അല്ല. ബൗണ്ടഡ് അല്ല എങ്കിൽ സീക്വൻസ് ബൗണ്ടഡ് അല്ല എങ്കിൽ അത് കൺവേർജന്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നോട്ട് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നോട്ട് കൺവേർജന്റ് ആയിരിക്കും. നെക്സ്റ്റ് സീക്വൻസ് -1n into n². നമുക്ക് ഇതിലെ കുറച്ച് ടേംസ് എഴുതി നോക്കാം. n ന് 1 കൊടുക്കുമ്പോൾ -1 into 1² എന്ന് പറയുമ്പോൾ ഇത് -1 ആണ്, ഇത് 1 ആണ്. സോ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ -1 കിട്ടും. n ന് 2 കൊടുക്കുമ്പോൾ -1/2 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. പിന്നെ 2² എന്ന് പറയുമ്പോൾ 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും അടുത്ത ടേം. നമുക്ക് n ന് 3 കൊടുക്കുമ്പോൾ -1/3 എന്ന് പറയുമ്പോൾ -1 ആണ്. പിന്നെ 3² എന്ന് പറയുമ്പോൾ 9 എന്ന് പറയുമ്പോൾ നമുക്ക് -9 കിട്ടും. ഇനി n ന് 4 കൊടുക്കുമ്പോൾ നമുക്ക് 16 ആണ് കിട്ടുക. അപ്പോൾ നോക്കൂ, ഈ സീക്വൻസിലെ ടേംസ് ഒന്ന് പോസിറ്റീവ്, ആദ്യത്തേത് നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ഈ രൂപത്തിൽ ആൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ സീക്വൻസിലെ ടേംസ് അതിന്റെ സൈൻ ആൾട്ടർനേറ്റ് ആണ്, മാറി മാറി സൈൻ വരുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വലിയ നമ്പറിലേക്കാണ് വരുന്നത്. നോക്കൂ, ഇതിന്റെ സൈൻ എടുക്കാതെ പോസിറ്റീവ് മാത്രം എടുത്താൽ 1, അതിനേക്കാൾ വലുതാണ് 4, അതിനേക്കാൾ വലുതാണ് 9, അതിനേക്കാൾ വലുതാണ് 16. ഇതിന്റെ ക്വാണ്ടിറ്റി വലുതായി വലുതായി വരികയാണ്, സൈന് മാറി മാറി വരുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് എന്തായിരിക്കും, ഈ സീക്വൻസ് മാഗ്നിറ്റ്യൂഡ് വളരെ വലുതായിട്ട് വരുന്നുണ്ട്, സൈന് മാറി മാറി വരുന്നുണ്ട്. അപ്പൊ ഈ സീക്വൻസ് എന്താവില്ല, ബൗണ്ടഡ് ആവില്ല, അൺബൗണ്ടഡ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പറിന്റെ താഴെയാണ് ഈ സീക്വൻസിലെ ടേംസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ സീക്വൻസ് അൺബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സീക്വൻസ് കൺവേർജ് ചെയ്യില്ല.